ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഒരു ദിവസത്തെ മോർണിംഗിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ. രാവിലെ കുട്ടികളെ സ്കൂളിൽ പോണതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും, അവർക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും, ഹസ്ബൻഡിന് വേണ്ടിയുള്ള ഫുഡും എൻ്റെ പാക്കിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ 6 മണിയാണ്. രാവിലെ 6 മണിയിലത്തെ ഇവിടുത്തെ രാവിലത്തെ പ്രഭാതമാണ് കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ കിച്ചണിലോട്ട് വന്നു. ഇത് ചപ്പാത്തിയാണ് മിക്കപ്പോഴും കൊണ്ടുപോകാറ്. ചപ്പാത്തി എന്തെങ്കിലും കറി. ഇന്നിപ്പോൾ ഒരു ബ്രോക്കോളി കുറച്ചുണ്ടായിരുന്നു, രണ്ട് ബ്രോക്കോളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രോക്കോളി എടുത്തൊരു കറി പോലെ വെക്കുന്നു. പിന്നെ കുറച്ച് സാലഡ്. അതിനിടയ്ക്ക് വിഹാൻ ഉറക്കം എന്നിട്ട് വന്നു. ഇനി അവൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഇനി കുറച്ച് നേരം അവിടെ ഇരിക്കും. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. നമ്മൾ ബ്രോക്കോളി ആദ്യം ഒന്ന് വാഷ് ചെയ്യണം. കുറച്ച് ഉപ്പ് വെള്ളത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് വച്ചതിന് ശേഷമാണ് നമ്മൾ വേറെ വെള്ളത്തിൽ 2 വട്ടം കഴുകിയിട്ട് വേണം കുക്ക് ചെയ്യാൻ. രാവിലെ ഇനി ചപ്പാത്തി ഉണ്ടാക്കാനാണ് അടുത്തത്. 4 ചപ്പാത്തി മതി. വിഹാന് 2 ചപ്പാത്തി, വൈകിട്ട് 2 ചപ്പാത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിഹാന് ദോശയുണ്ട്. ഇന്നലത്തെ കുറച്ച് സാമ്പാറും ഇരിപ്പുണ്ട്. അത് ചൂടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവൻ്റെ കാര്യം ഓക്കെ ആവും. ഇതിൻ്റെ ഇടയ്ക്ക് വിഹാൻ എന്തൊക്കെയോ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. രാവിലെ എന്തൊക്കെയോ അവൻ്റെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി ഇനി കറി ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവന് ഫുഡ് കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ചപ്പാത്തി കുക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ സാമ്പാർ എടുത്ത് ചൂടാക്കാൻ പോണത്. കുറച്ച് മുന്നേ സാമ്പാർ ഫ്രിഡ്ജിനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കിയിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. പിന്നെ ലഞ്ചൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ കുറച്ച് തിരക്കാണ് രാവിലെ ആകുമ്പോഴത്തേക്കും. പിന്നെ വേറൊന്നും സംസാരിക്കാനൊന്നും സമയം കിട്ടത്തില്ല. ഇതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തി 4 ഉണ്ടാക്കി. 4 ചപ്പാത്തി മതി, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ അപ്പുറത്തെ അടുപ്പിലൂടെ ഞാൻ ദോശയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വിഹാന് മാത്രമേ ഞാൻ ഇപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ നമുക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് സാവധാനം ഉണ്ടാക്കാറുള്ളൂ. പിന്നെ സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് വിഹാന് വേണ്ടിയിട്ടുള്ള ദോശ ചുറ്റി 2 എണ്ണം മതി. പിന്നെ കുറച്ച് ബ്രോക്കോളി കിടന്നിട്ടുണ്ടായിരുന്നല്ലേ വെള്ളത്തിൽ, അത് ഞാൻ വേറൊരു അരിപ്പയിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കണം വെള്ളം തോരാനായിട്ട്. ഇനി അതും കൂടെ കുക്ക് ചെയ്താൽ രാവിലത്തെ കുക്കിംഗ് പരിപാടി കഴിയും. പിന്നെ ഇവരെ വിട്ടിട്ടൊക്കെ പിന്നെ വന്നിട്ടൊരു സാവധാനത്തിലൊക്കെയാണ് നമ്മൾ കുക്ക് തുടങ്ങാറ്. എന്നിട്ട് ഇനി ഇടയ്ക്ക് വിഹാന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. അവൻ ബാത്റൂമിൽ കയറി ഇറങ്ങി വരത്തില്ല, അവിടെ തന്നെ ഇരിക്കും. വിഹാനെ 2-3 വട്ടം വിളിച്ച് ഡോറിൽ പോയി 2 തട്ടൊക്കെ തട്ടിയാൽ മാത്രമേ ഇറങ്ങി വരത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ എത്ര നേരം വേണമെങ്കിലും ബാത്റൂമിൽ ഇരുന്നുള്ളൂ. അങ്ങനെ ഒരു ശീലമുണ്ട് അവന്. അതിനുശേഷം ബ്രോക്കോളി കറി വയ്ക്കാനായിട്ട് വേറൊരു പാൻ വെച്ചിട്ട് ഒലിവ് ഓയിലാണ് വയ്ക്കാറ്. ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒലിവ് ഓയിലാണ് അധികം യൂസ് ചെയ്യാറ്. അതിനിടയ്ക്ക് വിഹാൻ ബാത്റൂമിൽ നിന്ന് വന്നു. അപ്പോൾ ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അവൻ അവിടെ ഇരുന്ന് കഴിച്ചോളും. വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തിരിച്ച് കിച്ചണിലോട്ട് തന്നെ വന്നു. എന്നിട്ട് ഞാൻ അവിടെ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്നല്ലോ ബ്രോക്കോളിയും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് മുന്നേ ഞാൻ കുറച്ച് ഉപ്പ് ഉള്ളിയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ബ്രോക്കോളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു സ്വല്പം വെള്ളം ചൂടുവെള്ളമാണ് കിച്ചണിയിൽ നിന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു മൂടി വെച്ച് ഒരു 7-8 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് പിന്നെ മാറ്റിയിട്ട് 1-2 മുട്ട, ഞാൻ ഇപ്പോൾ 1 മുട്ട ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. 1 മുട്ട നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ബൗളിലെടുത്തിട്ട് ഉപ്പിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ മധ്യത്തോട്ട് തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിടും. എന്നിട്ടൊരു 10-15 സെക്കൻഡ് അതങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം ആണ് എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തത്. പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ചൊരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീര് ആണെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങ് വാങ്ങാം. അങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ്, ഒരു ഏത്തപ്പഴവും ഒരു ഓറഞ്ച്, ക്യാരറ്റ് വിഹാനാണ്, ഏത്തപ്പഴം ഓറഞ്ച് വാജാന് കൊടുത്തുവിടാനാണ്. പിന്നെ പാക്കിങ്ങിനാണ് 2 ചപ്പാത്തി ഒരു ടിഫിനിലായിട്ട് വെച്ചു. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സാലഡ്സും പിന്നെ ഇപ്പം നമ്മളെടുത്ത ബ്രോക്കോളി ഇല്ലേ,
അതും കൂടെ ഒരു പാത്രത്തിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. അതാണ് വൈകുന്നേരമുള്ള ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത വിഹാനാണ്. വിഹാന് ചപ്പാത്തിയുടെ കൂടെ ചിലപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിനകത്ത് ഫോൾഡ് ചെയ്ത് കൊടുത്തു വിടാണ് പതിവ്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ എന്താണ് ഇത് ന്യൂട്ടല്ലയാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വിടുന്നത്. പിന്നെ 8 പീസ് ക്യാരറ്റും കൂടെ കൊടുത്തു വിടും, അത്രയേ ഉള്ളൂ. പിന്നെ വലുതിന് കുറച്ച് മീൻകറി ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. ഇന്നലത്തെ കുറച്ച് വറ്റിച്ച ചാളക്കറിയാണ് അതൊട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് 1-2 മീനും കുറച്ച് അരപ്പും കൂടെ കൊടുത്തു വിടുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ. ഇപ്പം ഇനി ഓരോരുത്തരും ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലാണ്. എല്ലാവർക്കും പോകാനുള്ള സമയമായി. വിഹാനുള്ള ടിഫിനും ഞാൻ എടുത്തു വെച്ചു. അതിനുശേഷം ഞാൻ ആ കിച്ചണിലെ ആ തിട്ടേക്കൊന്ന് തുണി കൊണ്ടൊന്ന് തുടച്ചിട്ടതിന് ശേഷം എൻ്റെ ബാഗിലോട്ട് എടുത്ത് വെച്ചിട്ടില്ല ഫുഡൊന്നും. എന്നിട്ട് അവനെ റെഡിയാക്കണം. ഞാൻ ഫുഡും എടുത്ത് വയ്ക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങൾ അവിടെ കിടപ്പുണ്ട്, അതും കൂടെ ഒന്ന് കഴുകി വയ്ക്കണം. ചിലപ്പം ഞാൻ സമയമുണ്ടെങ്കിൽ കഴുകും, ഇല്ലെങ്കിൽ അവനെ താഴെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ടാണ് കഴുകി വയ്ക്കാറ്. അതുകൊണ്ട് ആകുമ്പോൾ രാവിലത്തെ ഇത് കഴിയും. അത് അവനെ വിട്ട് കഴിയുമ്പോൾ പിന്നെ കുറച്ച് മടിയാണ്. പിന്നെ ഞാൻ ഒന്ന് പതുക്കെ വന്നിരുന്ന് ഫോണൊക്കെ നോക്കി. അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. പിന്നെ കുറച്ച് തുണി കഴുകാൻ കാണും, തുണികൾ വാഷിംഗ് മെഷീനിലിടും. അങ്ങനെയൊക്കെയാണ് എന്നും ഇങ്ങനെ പോവാറ്. ഇനി പാത്രം കൊണ്ട് കഴുകി വെച്ചിട്ട് അവനെ റെഡിയാക്കണം. ഇന്നിപ്പോൾ കുറച്ച് സമയം ഉണ്ടെന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ അവൻ്റെ ടിഫിനൊക്കെ എടുത്ത് വെച്ചു. ഇനി അവൻ റെഡിയായി. ചിലപ്പം തനിയെ റെഡിയാവും. ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കൊടുത്താൽ അവൻ റെഡി ആയിക്കോളും. അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിളിക്കും, സോക്സ് എവിടെ, ഷൂസ് എവിടെയെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. ഇപ്പോൾ അവന് അതൊക്കെ എടുത്തിട്ട് റെഡിയായി. സോക്സ് മാത്രം ഞാൻ ഇട്ട് കൊടുത്താൽ മതി, ഷൂസ്. എന്നിട്ട് ഇനി നമ്മളിപ്പം താഴോട്ട് പോയാൽ മതി. ഇപ്പോൾ വണ്ടി വരാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഇവിടെ എത്തിയിട്ട് ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് വണ്ടി വരും. അതാണ് എന്നും പതിവ്. അതിനിടയ്ക്ക് വിഹാൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് ബഹ്റൈനിൽ. നമ്മുടെ നാടുമായിട്ട് 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇവിടെ 2.5 മണിക്കൂർ കുറവാണ് നാട്ടിനെക്കാട്ടിൽ. ഇവിടെ ഇപ്പം സമയം 7:30 മണിയാണ് ഉള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിഹാൻ്റെ ബസ് വന്നു. അങ്ങനെ വിഹാൻ ബസ്സിൽ പോയി. പിന്നെ ഞാൻ റൂമിൽ തിരിച്ച് വന്നിട്ട് കുറച്ച് തുണികൾ കഴുകാണ്ടായിരുന്നു. അങ്ങനെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാൽക്കണിയിൽ നമ്മളിവിടെ ഒരു പുതിയൊരു ചെടി മേടിച്ചു, റോസാ ചെടി. മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ അത് ഞാൻ എടുത്ത് ബാൽക്കണി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെയൊക്കെ ഒന്ന് നോക്കി. അതിനകത്ത് 2-3 മുട്ട ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു മുട്ട വിരിഞ്ഞു. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വിശേഷം? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നടക്കട്ടെ. എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.